നിനക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവം വഴികളും വാതിലുകളും തുറന്നു നൽകി രാജകീയമായ രീതിയിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവം രാജകീയമായ വാതിലുകൾ തുറന്ന് നിന്നെ മാനിക്കാൻ പോകുന്നു. നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയരെ, ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്നൊരു ചെറിയ ദൂത് ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവന് എന്ത് ഭവിക്കും എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്ന് നോക്കി. ഇന്നിൻ്റെ പ്രഭാതത്തിനകത്ത് നാം പോലും പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരാഴമേറിയ സത്യമുണ്ട്. നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്നവരും നമ്മളോട് ചിരിച്ചു കാണിക്കുന്നവരും നമ്മളോട് മധുരവാക്ക് പറയുന്നവരും നല്ല വാക്ക് പറഞ്ഞ് നമ്മളോട് കൂടെ നിൽക്കുന്നവരെല്ലാം നമ്മുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പ്രിയരെ, പലരും അവർ നോക്കി നിൽക്കുന്നത് നമ്മുടെ തകർച്ച കാണാനാണ്, നമ്മുടെ വീഴ്ച കാണാനാണ്, നമ്മളൊന്ന് തകർന്നു കാണാനാണ്. എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൻ്റെ ഇന്നലകൾക്കകത്ത് നീ സപ്പോർട്ട് ചെയ്തവരും നീ ലിഫ്റ്റ് ചെയ്തവരും നീ കരം താങ്ങിയവരും നിന്റെ ഇല്ലായ്മകളിൽ നിന്ന് നൽകി ഉയർത്തിവിടാൻ ശ്രമിച്ചവരൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ നീയൊന്ന് തകർന്നപ്പോൾ, നീയൊന്ന് വേദനിച്ചപ്പോൾ, നിന്റെ ജീവിതത്തിനകത്തൊരു ചെറിയ വേദനാജനകമായ സംഭവം വെളിപ്പെട്ടപ്പോൾ ഇന്നലകളിൽ നീ ലിഫ്റ്റ് ചെയ്ത ആരും ഇന്ന് നിന്റെ കൂടെയില്ല. സങ്കടങ്ങളും വേദനകളും മാത്രമായി നിന്റെ ജീവിതം ഒഴുകുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഇവിടെ വചനം പറയുന്നു, പ്രിയരെ, അവന് എന്തു ഭവിക്കുന്നു എന്ന് നോക്കി നിൽക്കാൻ. മനസ്സിലായോ? ഈ പ്രഭാതത്തിലും ചില കണ്ണുകൾ നിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി നോക്കുന്നുണ്ട്. നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, നീ തിരിച്ചു വരുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, നീ ഉപജീവന മേഖലയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, നീ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ചില കണ്ണുകൾ നിന്നെ നോക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, നിനക്ക് എന്ത് ഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് നിന്റെ തകർച്ച കാണാൻ കൊതിച്ചു നിൽക്കുന്ന ആരെങ്കിലും, എത്രയോ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ രക്ഷപ്പെടില്ലെന്ന്, നിന്റെ തലമുറ നന്നാകില്ലെന്ന്, നിന്റെ കൂടാരത്തിനകത്തൊരു നന്മ വെളിപ്പെടില്ലെന്ന്, അങ്ങനെയൊക്കെ ശാപവാക്കുകൾ പറഞ്ഞ് നിന്നെ തകർത്തു കളയാൻ എത്രയോ പദ്ധതികൾ ഒരുക്കി, നീ ചെയ്യാത്ത തെറ്റിന്, നീ ചെയ്യാത്ത കുറ്റത്തിനകത്ത് നിന്നെ ഒതുക്കി, നിന്റെ ജീവിതത്തെ പോലും ഒരു ചോദ്യചിഹ്നം പോലെ ആക്കി തീർത്തു കളയാൻ പൈശാചിക പദ്ധതികൾ മനുഷ്യനെ കരത്തിലെടുത്ത് ഉപയോഗിക്കപ്പെടുമ്പോൾ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. പലരുടെയും ലക്ഷ്യം നമ്മുടെ തകർച്ചയാണ്. പലരും നമുക്ക് എന്ത് ഭവിക്കുന്നു എന്ന് കാണാനാണ് നോക്കി നിൽക്കുന്നേ. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ ഒരു ദൂത് കൈമാറാം. പ്രിയരെ,
പലരും നമ്മുടെ വീഴ്ച കാണാൻ നോക്കി നിൽക്കുമ്പോൾ, പലരും നമ്മുടെ തകർച്ച കാണാൻ നോക്കി നിൽക്കുമ്പോൾ, പല കണ്ണുകളും നമ്മളൊന്ന് വീണ് കാണാൻ നോക്കി നിൽക്കുമ്പോൾ, പല ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിനകത്തൊരു അനർത്ഥം വിതയ്ക്കപ്പെടുവാൻ നോക്കി നിൽക്കുമോ, നമ്മുടെ കൂടാരത്തിനകത്തൊരു കരച്ചിലുയരുവാൻ, നമ്മുടെ ജീവിതം ഒന്ന് തകർന്നു കാണുവാൻ നോക്കി നിൽക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ഞാൻ അതിൻ്റെ ഒരു ദൂത് കൈമാറാം. അതിൻ്റെ നടുവിലും ജയത്തോടെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഭാരപ്പെടരുത്, അപൈര്യപ്പെടരുത്. ആരെല്ലാം നിനക്കെതിരായാലും നിന്റെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ കരം പിടിച്ച് നടത്തുന്നൊരു സ്വർഗമുണ്ട്. ഇവിടെ വചനം പറയുന്നു, മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാണാൻ മിരിയാം വിദൂരതയിൽ, എൻ്റെ പ്രസംഗ ഭാഷയിൽ ഞാനിങ്ങനെ പറയാം, ഒരു മരത്തിൻ്റെ ചുവടിൽ മറഞ്ഞു നിന്ന് നോക്കുക. സ്വന്തം പെങ്ങളാണ്, അനിയൻ തകരുന്നോ എന്ന് നോക്കി നിൽക്കുക. പ്രിയരെ, നമ്മുടെ ജീവിതവും വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീഴ്ച കാണാൻ എത്ര പേര് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് ഫെയിലിയർ ആവാൻ എത്രയോ പേര് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് തകർന്നെന്ന് കേട്ടിട്ട് 100 പേരോട് ആ കഥ പറഞ്ഞ് നടക്കാൻ എത്രയോ പേര് നോക്കി നിൽക്കുന്നു. നമുക്കെന്ത് ഭവിക്കുന്നു എന്ന് കാണാൻ എത്രയോ പേര് നോക്കി നിൽക്കുന്നുണ്ട്. ആരോടൊക്കെ ദൈവം ഇടപെടുക. കുഞ്ഞേ, നീ ഭാരപ്പെടണ്ട, നീ അധൈര്യപ്പെടണ്ട. പകൽക്കാലം ആരെല്ലാം നോക്കി നിന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നിന്റെ ജീവിതത്തിനകത്ത് എനിക്ക് തെളിയിക്കാൻ കഴിയും. നിന്റെ തകർച്ച കാണാൻ കൊതിക്കുന്ന അതേ കണ്ണുകളുടെ മുൻപിൽ ദൈവത്തിന് നിന്നെ വളർത്താൻ കഴിയും. നിന്റെ ജീവിതത്തിനകത്ത് നീ നശിച്ച് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ എൻ്റെ ദൈവത്തിന് നിന്നെ രാജകീയമായി വാഴിക്കാൻ കഴിയും. നിന്നെ അവഗണിച്ചവരുടെ മുൻപിൽ എൻ്റെ ദൈവത്തിന് പരിഗണിക്കാൻ കഴിയും. നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ എൻ്റെ ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവന്ന് ആദരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പകൽക്കാലം ആരും നിന്റെ തകർച്ച കാണാൻ നോക്കിക്കട്ടെ. തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിന് നിന്റെ വളർച്ചയെ വെളിപ്പെടുത്താൻ കഴിയും. അവരോടൊക്കെ ഒരു പ്രവചനാത്മാവിൽ ദൂത് കൈമാറുക. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കുക. ഈ പ്രഭാതത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് ആരെങ്കിലും തകർന്നിരിപ്പുണ്ടെങ്കിൽ ഈ സന്ദേശം നീ അവർക്ക് അയച്ചു കൊടുക്കുക. അവരോടും ഈ വചനം സംസാരിക്കട്ടെ. അവരോട് ഈ സന്ദേശം അവരെയും തൊടട്ട്. നീ എന്തിനാ ആകുലപ്പെടുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? അവർ നോക്കട്ടെ. അവർ നിന്റെ തകർച്ച കാണാൻ, നിനക്കെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവരും നോക്കി നിൽക്കട്ടെ. അതിൻ്റെ നടുവിൽ തളർത്താൻ കഴിയുന്നൊരു ദൈവമല്ലേ? പ്രിയരെ, വചനം പറയുന്നു, മോശയുടെ തകർച്ച കാണാൻ കൂടാരത്തിന് പുറത്ത് ദൂരത്ത് നിന്ന് മിരിയാം നോക്കി നിൽക്കുക. ഇന്നലെ വരെ നൈലിനകത്ത് പോയിട്ടുള്ള കുഞ്ഞുങ്ങളാരും മടങ്ങി വന്നിട്ടില്ല. ഇന്നലെ വരെ നൈലിനകത്ത് വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ മത്സ്യത്തിന് ആഹാരമായി മാറിയിട്ടുണ്ട്. ഇന്നലകളിൽ നമ്മളൊരു തോട്ടിലോ ഒരാറ്റിലോ ഒരു കടലിലോ ഒഴുകുന്ന ഏതെങ്കിലും ഒരു വെള്ളത്തിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പേനയോ എന്തോ ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് നഷ്ടപ്പെട്ടാലും ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വീണാൽ ആ ഒഴുക്കിൽ ആ വെള്ളം ആ സ്ഥാപനത്തെ ഒഴുക്കി കൊണ്ടുപോകും. അല്ലേ? ഒഴുകിയത് എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും വരില്ല. അതുപോലെ മോശക്കുഞ്ഞ് തൻ്റെ അമ്മയുണ്ടാക്കിയ ഞാങ്ങണ പെട്ടകത്തിനകത്ത് ആ കീല് തേച്ച പെട്ടിക്കകത്ത് ഒഴുകുക നൈലിലൂടെ. തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. ഈ പ്രഭാതത്തിൽ ഏതൊക്കെ കുടുംബങ്ങൾ അതുപോലൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, ഏതൊക്കെ തലമുറയുടെ ഭാവി, ഏതൊക്കെ ഉപജീവന മേഖലകൾ, ഏതൊക്കെ രാജ്യത്തിൻ്റെ വാതിൽ, ആരുടെയൊക്കെ ജീവിതം അങ്ങനെ ഒരു അനുഭവത്തിലാണ്. ദൈവദാസനെ, 100 കണക്കിന് കണ്ണ് എൻ്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുക.
പക്ഷെ ഇന്ന് എൻ്റെ അവസ്ഥ ഒഴുകുകയാ. ഞാൻ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല, ഒരിക്കലും തിരിച്ചു വരാൻ ഒട്ടും സാധ്യതയില്ല. എല്ലാ കണ്ണുകളും ഞാനൊന്ന് മുങ്ങിപ്പോകുന്നത് കാണാൻ, ഞാനൊന്ന് തകർന്നു പോകുന്നത് കാണാൻ, ഞാനൊന്ന് മുച്ചൂട് മുടിഞ്ഞു പോകുന്നത് കാണാൻ നോക്കി നിൽക്കുമ്പോൾ ദൈവദാസനെ, ഈ പ്രഭാതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് കരുതി ആരെങ്കിലും ഈ ശബ്ദത്തിൻ്റെ മുൻപിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തകർന്ന് ഈ പകൽക്കാലം നിലവിളിച്ചോണം കേട്ടോ. ഇന്ന് പകൽക്കാലം നിലവിളിച്ചോണം. നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിലും ദൈവത്തിന് നിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയും. അതാണ് ദൂത്. വചനം പറയുന്നു, മോശയ്ക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിൽക്കുന്ന മിരിയാമിൻ്റെ മുൻപിൽ ഒരു രാജകീയ രഥം വന്ന് നിൽക്കുകയാണ്. രാജകീയ രഥത്തിനകത്തുനിന്ന് ഫറവോന്റെ പുത്രി ഇറങ്ങുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ കഴിയുമെങ്കിൽ വചനം വായിച്ച് ധ്യാനിക്കണം. പുറപ്പാട് 2, 4, 5 വാക്യങ്ങൾ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഫറവോന്റെ പുത്രി മോശ കുഞ്ഞിനെ കണ്ടു, മോശയെ കണ്ടു. പ്രിയരെ, കൈവിട്ടുപോയെന്നല്ലേ നീ നേരത്തെ പറഞ്ഞേ? 100 കണ്ണുകൾ നിന്റെ മുമ്പിൽ നിൽക്കുക, നിന്റെ ചുറ്റും നിൽക്കുക, ആയിരക്കണക്കിന് കണ്ണുകൾ നിന്റെ തകർച്ചയൊന്ന് കാണാൻ. ഇന്ന് നിന്റെ ജീവിതം ഒഴുകുക. ഇനി തകർച്ചയല്ലാതെ ഒരു മടങ്ങി വരവില്ലെന്ന് നീ പറഞ്ഞില്ലേ? പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്നെ മടക്കിയെടുത്താൻ ചിലരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. മോശയെ ഫറവോന്റെ പുത്രി കണ്ടു. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും കേട്ടോ. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. ഒരുപക്ഷെ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഏതൊക്കെ തകർച്ചയിലിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനാണ് ഈ പകൽക്കാലം ദൈവം എന്നെ ഇങ്ങനെ ഇരുത്തിയൊരു ദൂത് നിങ്ങളോട് കൈമാറുന്നേ. ഏതൊക്കെ ആത്മഹത്യകൾ വഴിമാറുന്നു, ഏതൊക്കെ സൂയിസൈഡൽ ടെൻഡൻസികൾ വഴിമാറുന്നു, ഏതൊക്കെ രോഗങ്ങൾ സൗഖ്യമാകുന്നു, ഏതൊക്കെ ദാരിദ്ര്യം വഴിമാറുന്നു, ഏതോ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു, പട്ടണങ്ങൾ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നു. അർഹതയില്ലാത്ത ഭാവി, അർഹതയില്ലാത്ത വിദ്യാഭ്യാസം മക്കളെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ദൈവം തരാൻ പോവുക. വചനം പറയുന്നു, മോശയെ കണ്ടു. ഫറവോന്റെ പുത്രിയുടെ ദാസിമാർ മോശക്കുഞ്ഞിനെ നൈലിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഒഴുകിയ കുഞ്ഞ് എങ്ങനെയാണ് ഒഴുകിയത്? ഒഴുകിയെടുത്തുകൂടെ തിരിച്ചു വരിക, കൊണ്ടുവരിക. ആരുടെ കരത്തിൽ? സുരക്ഷിതമായ കരത്തിൽ. മോശയ്ക്കെന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്ന മിരിയാമിൻ്റെ മുൻപിൽ മോശ തിരിച്ചു വരിക. തിരിച്ചു വരുന്ന മോശ കിടന്നത് അടിമകൾ പാർക്കുന്ന, എബ്രായ ജനം അടിമവാസത്തിൽ കിടക്കുന്ന അടിമയുടെ കൂടാരത്തിലല്ല. മോശ തിരിച്ചു പോകുന്നത് മിസ്രൈമിൻ്റെ രാജകൊട്ടാരത്തിലാണ്. ഒരു ദൂത് ഞാൻ അവിടെ പറഞ്ഞു നിർത്തട്ടെ. നിനക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിന്നവരുടെ മുൻപിൽ നിന്നെ, ഒഴുകുന്ന നിന്നെ, തകർന്നെന്ന് നീ പറയുന്ന നിന്നെ തിരിച്ചു പിടിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്താൻ. അർത്ഥം, നിനക്കെന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിന്ന കണ്ണുകളുടെ മുൻപിൽ രാജകീയമായി വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പ്രഭാതത്തിൽ ഈ ദൂത് ഏറ്റെടുക്കുക, വിശ്വസിക്ക്. ചങ്ക് പൊട്ടി പകൽക്കാലം ദൈവസന്നിധി കരയുക. നിന്നെ മടക്കി പിടിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. രാജകീയമായി വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് കഴിയും. ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ഈ പകൽക്കാലം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ നല്ല കർത്താവേ, അവരേത് സാഹചര്യത്തിലെന്ന് ഈ ശബ്ദം കേട്ടാലും
ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ദൈവകൃപ, അസാധാരണമായ ദൈവമഹത്വം, അസാധാരണമായ ദൈവിക മാനിഫെസ്റ്റേഷൻ ഈ നിമിഷം ഈ കൂടാരങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഇവർക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ അമ്മ തിരിച്ചു പിടിച്ച് രാജകീയമായി വളർത്തുന്ന, തകർച്ച കാണാൻ കൊതിക്കുന്ന കണ്ണിൻ്റെ മുൻപിൽ ഇവരുടെ വളർച്ചയെ കാണിക്കുന്ന വലിയ ദൈവത്തിൻ്റെ ഓറാമാനാശക്യരത് കരുതലുകൾ വെളിപ്പെടട്ടെ, ദൈവിക നീതി വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. ഈ ജനം ഈ പകൽ മുതൽ ആമേ രാജകീയമായ വളർച്ചകൾ അനുഭവിച്ചു തുടങ്ങട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. അതേ പ്രിയരെ, നമുക്ക് എന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിന്നവരുടെ മുമ്പിൽ രാജകീയമായി വളർത്തുന്നൊരു ദൈവമുണ്ട്, മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഈ പകൽക്കാലം ഈ സന്ദേശം നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ കൃത്യമായി വിശ്വസിക്കുകയാണ്. ഈ പകൽക്കാലം നിങ്ങൾക്ക് ഈ സന്ദേശം ബ്ലെസ്സിങ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടാരങ്ങൾ വേദന അനുഭവിക്കുന്ന ഇതുപോലെ ഞെരുങ്ങുന്ന വ്യക്തികളിലേക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ തൊട്ടതുപോലെ അവരെയും ഈ പകൽക്കാലം തൊട്ടിട്ട് ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ഹൃദയം കൊണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒത്തിരി പേർ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഞങ്ങൾ കൃത്യമായി പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം. കൃത്യമായി ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഞങ്ങൾ മാറ്റിവെക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ നിങ്ങൾക്ക് സന്ദേശം നിങ്ങളുടെ അടുക്കലെത്തണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. Let us start our journey with Holy Spirit. God bless you. Amen. Amen. Amen.